ഉറുദു ക്ലബ്ബുകൾക്കുള്ള മൗലാന അബുൽ കലാം ആസാദ് അവാർഡ് പ്രഖ്യാപിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗുൽദാർ ഉറുദു ക്ലബ്ബ് GHSS കാവന്നൂരും UP വിഭാഗത്തിൽ ലെഗസി ഉറുദു ക്ലബ്ബ് AUP സ്കൂൾ തച്ചനാട്ടുകര അവാർഡിന് അർഹത നേടി. UP വിഭാഗത്തിൽ ചമൻ ഉറുദു ക്ലബ്ബ് AUP സ്കൂൾ ഉദിനൂർ എടച്ചാക്കൈ സ്പെഷ്യൽ ജൂറി പരാമർശത്തിന് അർഹത നേടി. എല്ലാ വിദ്യാർത്ഥികളും വ്യക്തിഗതമായി തയ്യാറാക്കിയ എന്റെ പതിപ്പ്, വിവിധ ഭാഷകളെ സംയോജിപ്പിച്ചുള്ള ഫെസ്റ്റുകൾ, ഒരു ദിനം ഒരു പദം പദ്ധതി, സെമിനാറുകൾ, പതിപ്പുകൾ, ഭാഷാ പ്രചരണത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള ഓൺലൈൻ പ്രശ്നോത്തരികൾ, ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്താൻ നടപ്പിലാക്കിയ സഹപാഠിക്കൊപ്പം ഒരു ദിനം പദ്ധതി, നൂതനവും ഭാഷാർജനത്തിന് ഉതകുന്നതുമായ തരത്തിലുള്ള ദിനാചരണങ്ങൾ, രചനാ വൈഭവങ്ങളുള്ള കുട്ടികളുടെ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും അവയുടെ സംഘാടന മികവും മികച്ച പങ്കാളിത്തവും പരിഗണിച്ചാണ് GHSS കാവന്നൂരിലെ ഗുൽദാർ ഉറുദു ക്ലബിനെ മികച്ച ക്ലബ്ബായി തെരഞ്ഞെടുത്തത്. ഉറുദു പത്രം, മാസിക, കലണ്ടർ, ഗ്രീറ്റിംഗ് കാർഡ് തുടങ്ങിയവയുടെ നിർമ്മാണവും അവതരണവും, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശീലനങ്ങൾ, ഫീൽഡ് ട്രിപ്പുകളുടെ വൈവിധ്യം, വിശേഷ ദിനാചരണങ്ങളിലെ പുതുമകൾ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയാണ് AUPS തച്ചനാട്ടുകര ലെഗ്സി ഉറുദു ക്ലബിനെ അവാർഡിന് അർഹമാക്കിയത്. ഉറുദു സ്പെഷ്യൽ ഓഫീസർ മുഹമ്മദ് സാലി MK, കരിക്കുലം കമ്മിറ്റി അംഗം N മൊയ്തീൻകുട്ടി മാസ്റ്റർ എന്നിവരടങ്ങിയ ജൂറിയാണ് ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ വീഡിയോയും റിപ്പോർട്ടും വിശകലനം ചെയ്ത് അവാർഡിന് അർഹരായ ക്ലബ്ബുകളെ തെരഞ്ഞെടുത്തത്. ജൂറി അംഗങ്ങളായ കരിക്കുലം കമ്മിറ്റി അംഗം N മൊയ്തീൻകുട്ടി മാസ്റ്ററുടെയും ഉറുദു സ്പെഷ്യൽ ഓഫീസർ സാലി മാസ്റ്ററുടെയും പ്രതികരണത്തിലേക്ക്. ആവാസ് ഉറുദു ഫൗണ്ടേഷന്റെ ഓരോ പ്രവർത്തനങ്ങളും മികച്ചതും കാലിക പ്രസക്തവുമാണ്. മികച്ച ഉറുദു ക്ലബ്ബുകളെ കണ്ടെത്തി അവാർഡ് നൽകുക എന്ന പ്രവർത്തനത്തിലൂടെ പൊതുവിദ്യാഭ്യാസ ശാക്തീകരണമാണ് ഫൗണ്ടേഷന്റെ ലക്ഷ്യം എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. സംസ്ഥാനത്ത് മികച്ച തരത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ ക്ലബ്ബുകളുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ പലതും ഡോക്യുമെന്റേഷൻ പരിമിതി മൂലം പൊതുസമൂഹത്തിൽ നിന്നും അന്യം നിൽക്കുകയാണ്. മികച്ച ക്ലബ്ബുകളെ കണ്ടെത്തുന്ന പ്രവർത്തനത്തിലൂടെ ആ പരിമിതി നമുക്ക് മറികടക്കാൻ സാധിക്കും. 2019-20 അധ്യയന വർഷത്തെ മത്സരത്തിനെത്തിയ എല്ലാ ക്ലബ്ബുകളും മികച്ചവയായിരുന്നു. മത്സരാർത്ഥികളായ പഠിതാക്കൾക്കും അവരെ പരിപോഷിപ്പിച്ച അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. ബഹുമാനപ്പെട്ട കരിക്കുലം കമ്മിറ്റി അംഗം ശ്രീ N മൊയ്തീൻകുട്ടി സാർ നൽകിയ നിർദ്ദേശങ്ങളിൽ ഉൾച്ചേർന്ന വിലയിരുത്തൽ സൂചകങ്ങൾ ഈ സന്ദർഭത്തിൽ നമുക്ക് മാർഗദീപമാണ്. സംഘാടകർക്ക് നന്ദി, നമസ്കാരം. ആവാസ് ഒരുക്കിയ ഈ മത്സരം ഒരു വേറിട്ട അനുഭവം തന്നെയാണ്, പ്രശംസനീയം. ഉറുദു ക്ലബ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ അവസരം ഉണ്ടായപ്പോൾ സന്തോഷം തോന്നി. ചുരുക്കം ചില നിർദ്ദേശങ്ങൾ എനിക്ക് പറയാനുള്ളത്: ഡോക്യുമെൻറ്റേഷൻ കൃത്യമായിരിക്കുക, ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, മീഡിയ പത്ര മാസികകളിൽ റിപ്പോർട്ടുകൾ നൽകി പൊതുജനങ്ങൾക്കിടയിൽ ഭാഷാ പ്രചരണം സാധ്യമാക്കുക, ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളായ മാജിക് ഷോ തൊട്ട് വൃദ്ധസദന സന്ദർശനം, യാത്ര, ഫീൽഡ് ട്രിപ്പ്, ഇവിടെയൊക്കെ നല്ല പ്രവർത്തനങ്ങളാണെങ്കിലും ഇതിനിടയിലുള്ള ഒരു ഉറുദു സാന്നിധ്യം ഉറപ്പുവരുത്തുക. കൂടാതെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഉറുദു ഭാഷയുടെ സംസ്കാരവും അതിൻ്റെ മതനിരപേക്ഷത, ബഹുസ്വരത എന്നിവയുടെ ഒരു റിഫ്ലക്ഷൻസ് പ്രവർത്തനങ്ങളിൽ നേളിക്കാൻ ഒരു സ്ലോട്ട് ഉണ്ടാകുന്നതും അതിൽ ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. മത്സരങ്ങൾ എന്തുകൊണ്ടും മികവ് പുലർത്തി. വളരെ നല്ല അധ്വാനം അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. പങ്കെടുത്ത കുട്ടികൾക്കും അവരെ നയിച്ച അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. ആവാസ് ഉറുദു ഫൗണ്ടേഷൻ്റെ കീഴിൽ ധാരാളം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു വരുന്നു. വരും കാലങ്ങളിൽ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ആവാസ് ഉറുദു ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച ഈ അവാർഡ് പരിപാടിയിലേക്ക് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. വരും കാലങ്ങളിലും ഈ അവാർഡ് പരിപാടികൾ ഉണ്ടാവുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയങ്ങളിലെ ഉറുദു ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ചതാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.